ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നല്ല, ഇത് കണ്ടില്ല നമ്മൾ പാനിലേക്ക് ഇതേപോലെ ബബിൾക്കും ചൂയിങ്കം ഒട്ടിപ്പിടിച്ച് ബബിൾക്ക് അല്ലെങ്കിൽ ചൂയിങ്കം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുക കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെയും പാനിലൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഒട്ടാറുണ്ടാവും. നമ്മൾ ആ പാന് പിന്നെ ഒഴിവാക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമ്മളൊരു ട്രിക്കാണെന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഐസ് ക്യൂബ് നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സാധാരണ വെള്ളം ഫ്രീസ് ചെയ്തെടുക്കുക, അതായത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നല്ല ക്യൂബാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അതിനൊരു ഐസ് ക്യൂബ് ഇതേപോലെ എടുക്കുക. ആ സാധാരണ ഐസ് ക്യൂബ് വെച്ച് നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ ഈ ചൂയിങ്കം, അതായത് ചൂയിങ്കം ഒന്ന് നന്നായിട്ട് ഉറച്ച് വരണം. നമ്മളെ ബബിൾക്കും നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഉറക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. അതേപോലെ ഞാൻ വെച്ചത് മാതിരി കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അത് നല്ല ഒരുപാട് അത് ചെറിയതായിട്ടൊന്നും ഒട്ടിയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ ക്യൂബ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എനിക്ക് ഇതേപോലെ ഒട്ടിയതപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റോടെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് അവിടെ വെക്കുക, ഇളക്കാതെ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ തണുത്തിട്ട് നമ്മൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടോയെന്ന് നോക്കുക. കാരണം കൈ വെച്ച് അമർത്തി വയ്ക്കുക, നമുക്ക് മനസ്സിലായി തണുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡ് വശമൊന്നും ഉറച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തിരിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും തണുപ്പ് തട്ടുന്ന റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ സൈഡിലും നമ്മൾ തണുപ്പ് തട്ടുന്ന പോലെ നന്നായിട്ട് ഒന്നാക്കി കൊടുക്കുക. കാരണം എല്ലാ ഭാഗത്തും തണുപ്പ് തട്ടി നമുക്ക് എളുപ്പത്തിൽ അത് എടുക്കാൻ പറ്റും. മറ്റേത് ചില ഭാഗത്ത് നമുക്ക് കിട്ടാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുക്കണം. അതായത് 5 മിനിറ്റോളം നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതിനുശേഷം ഈ സൈഡ് വശത്തൊക്കെ ആക്കുക. കാരണം കൈ ഇങ്ങനെ വെച്ച് ആക്കുമ്പോൾ തണുപ്പ് കൈമിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈക്ക് എന്തെങ്കിലും വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക. കൈമിൽ ഒരുപാട് തണുപ്പ് തട്ടുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സൈഡ് വശത്ത് കറക്റ്റ് ഒന്ന് ആക്കി ഒന്നും കൂടി ആക്കി കൊടുക്കാം. നന്നായിട്ട് ഉറച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. കൈമിൽ ഐസ് തട്ടാതെ നിങ്ങൾ സൂക്ഷിക്കുക. നല്ല തണുത്ത കൈയൊക്കെ മരവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൈമിലൊക്കെ ഐസ് തട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കുക. കണ്ടില്ലേ, കൈയൊക്കെ ഇതേപോലെ തണുത്ത് മരവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഗ്ലൗസൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളെ ഇത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് വേണം. അപ്പോൾ ഒരു സാധാരണ ഒരു ഷേവിങ് ബ്ലേഡ് ആണ്, അല്ലെങ്കിൽ കത്തിയായാലും മതി. നമുക്ക് ഈ ചൂയിങ്കം ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കത്തി എടുത്താലും മതി, ബ്ലേഡ് ആകുമ്പോൾ ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കത്തി എടുത്താലും മതി. ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. നമ്മൾ സൈഡിലെ വശത്തെ കാര്യം ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈയോട് ഉപയോഗിച്ച് ഇങ്ങനെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ തട്ടിയെടുത്ത് ഇതേപോലെ ഞാൻ എടുക്കുന്ന വഴി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ പാൻറ്റ് കീറി പോകാതെ നോക്കണം. ഇതല്ലേ, ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് ഉറച്ച് കിട്ടിയിട്ടുണ്ട്, ഉറച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ടൈം ഐസ് വെച്ചതുകൊണ്ടാണ് അത് ഇത്രയും കട്ടിയായത്. ഇപ്പോൾ ചെറിയൊരു പീസ് അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് എടുക്കും. ഇപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അവിടെ നിന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഒന്നും കൂടി അത് ഉറച്ചോളും. ഉറച്ചതിന് ശേഷം നമുക്കത് തണുത്ത് ഉറച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇതേപോലെ ഉരതി കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലേഡ് കൊണ്ട് മെല്ലെ ഒന്ന് ഇതാക്കി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ കിട്ടും. പിന്നെ പാൻറ്റ് കീറി പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം, പാൻറ്റായാലും ഡ്രസ്സായാലും എന്തായാലും നമ്മൾ കീറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കീറി പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാണ്. നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.